അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇഹത്തിലും പരത്തിലും റാഹത്തിലുള്ള ജീവിതം തന്ന് അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ തൻ്റെ വരുമാന മാർഗം തുറന്നു കിട്ടാൻ ചെയ്യേണ്ട ഒരു അമലാണ് പറയുന്നത്. ജോലിയില്ല, കൂലിയില്ല, ഒരു വരുമാനവുമില്ല, എവിടെ എന്തിനു പോയി കഴിഞ്ഞാലും തടസ്സം മാത്രം. ഇങ്ങനെയുള്ളൊരു അവസ്ഥ മാറുന്നതിനുള്ള ഞായറാഴ്ച മാത്രം ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന അറിവുകൾ മുഴുവനും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറ്റുള്ള ഉസ്താദുമാരിൽ നിന്നും കേട്ടതും പഠിച്ചതുമായ അറിവുകൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരികയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഉള്ള ജോലി നിന്നു പോവുക, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം മുടങ്ങിക്കിടക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകുന്ന ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളും ഒരു പക്ഷേ അതിൽ ഉൾപ്പെടുന്നുണ്ടാവാം. ഈ അവസ്ഥ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഞായറാഴ്ച മാത്രം ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ അമൽ ചെയ്യേണ്ടത് ഞായറാഴ്ച പകലിലാണ്. അത് ളുഹാ നിസ്കാരത്തിന് ശേഷമോ, ളുഹർ നിസ്കാരത്തിന് ശേഷമോ, അസർ നിസ്കാരത്തിന് ശേഷമോ ആവാം. എന്നാൽ ളുഹർ നിസ്കാരത്തിനോ ശേഷമാവലാണ് ഉത്തമം. ളുഹാ നിസ്കാരത്തിനോ, ളുഹർ നിസ്കാരത്തിനോ, അസർ നിസ്കാരത്തിനോ, ഏത് നിസ്കാരത്തിന് ശേഷമായാലും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തിൽ ഇരുന്ന് 313 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ശേഷം 100 തവണ ദീർഘമായ സ്വലാത്ത് ചൊല്ലുക. അത് സ്വലാത്തുൽ ഫാത്തിഹ, അല്ലെങ്കിൽ നാരിയത്ത് സ്വലാത്ത്, അല്ലെങ്കിൽ സ്വലാത്തുൽ മുൻജിയ, ഇവയിലേതെങ്കിലുമൊക്കെ ചൊല്ലലാണ് ഉത്തമം. നിസ്കാരത്തിലെ ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് 313 ബിസ്മിയും 100 സ്വലാത്തും ചൊല്ലിയതിന് ശേഷം അല്ലാഹുവിനോട് പറയുക: അല്ലാഹുവേ, എൻ്റെ ജീവിത വരുമാനം തുറന്നു കിട്ടുന്നില്ല, എൻ്റെ മഈശത്ത് ഹൈറാക്കി തരണം എന്ന് കരഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ ജീവിതമാർഗത്തിൽ വന്നിട്ടുള്ള എന്ത് തടസ്സങ്ങളും റബ്ബേ നീ മാറ്റിത്തരണമേ, അല്ലെങ്കിൽ നീ നീക്കിത്തരണമേ എന്ന് പറയുക. ഞായറാഴ്ച മാത്രം ചെയ്യേണ്ട അമലാണിത്. അതും പകൽ സമയങ്ങളിൽ മാത്രം. ചുരുങ്ങിയത് 3 ഞായറാഴ്ചകളിലായി ചെയ്യുക. ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. നീ ഫലം കിട്ടിയതിന് ശേഷം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് ആകാശഗോളങ്ങളുടെ പണി അല്ലാഹു തആല ആരംഭിച്ചത് ഞായറാഴ്ചയാണെന്ന് ധാരാളം റിവായത്തുകളുണ്ട്. അതുകൊണ്ടാണ് 1-ാം നാൾ എന്ന പേര് ഞായറാഴ്ചക്ക് വന്നത്. കുടുംബത്തിൽ വരുമാനവും മറ്റ് സന്തോഷകരമായ കാര്യങ്ങളും ഉണ്ടാവാത്ത ആ സാഹചര്യത്തിന് മാറ്റം വരുത്താൻ കഴിവുള്ള അമലാണിത്. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മുടെ അൽനൂർ ദിക്ർ ദുആ എന്ന് പറയുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ആദ്യമായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ചെയ്യുന്ന ഓരോ അമലും സ്വാലിഹായ അമലാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.